നമസ്കാരം, V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കരുവന്നൂർ കേസിൽ ജയിൽ മോചിതനായ PR അരവിന്ദാക്ഷൻ 14 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നഗരസഭാ യോഗത്തിൽ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം. കൗൺസിൽ യോഗത്തിൽ ബഹളം, വിയോജനക്കുറിപ്പെഴുതി യോഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷ കൗൺസിലർമാർ. അയോഗ്യനായ അരവിന്ദാക്ഷനെ യോഗത്തിൽ പങ്കെടുപ്പിച്ച ചെയർമാൻ നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനം. കോടതി ജാമ്യവ്യവസ്ഥ ലംഘിച്ച അരവിന്ദാക്ഷനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് K. അജിത് കുമാർ. വടക്കാഞ്ചേരി നഗരസഭയിൽ പ്രതിപക്ഷം നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിത സമരങ്ങൾ. താൻ ഒരു കോടതി വിധിയും ലംഘിച്ചിട്ടില്ലെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ PR അരവിന്ദാക്ഷൻ. തന്റെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെട്ടു. നീതിപീഠത്തിൽ പൂർണ്ണ വിശ്വാസം. തന്റെ ഡിവിഷനിലെ ജനങ്ങൾക്കുണ്ടായ പ്രയാസത്തിൽ മാത്രം വേദന. അവർക്ക് വേണ്ടി ഇനിയുള്ള സമയം പുനരർപ്പണം നടത്തുമെന്നും അരവിന്ദാക്ഷൻ. ക്രിസ്തുമസ് നവവത്സരാഘോഷത്തോടനുബന്ധിച്ച ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരിയുടെ കുത്തൊഴുക്ക്. കുണ്ടന്നൂർ ചുങ്കത്ത് വൻ കഞ്ചാവ് വേട്ട. 80 കിലോ കഞ്ചാവ് വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശികളായ 3 അംഗ സംഘം പിടിയിൽ. ധർമ്മപുരി സ്വദേശികളാണ് പിടിയിലായത്. ഒഡീഷയിൽ നിന്ന് 42ഓളം പൊതികളിലായി ഇരുചക്ര വാഹനങ്ങളിലാണ് കഞ്ചാവ് എത്തിച്ചതെന്ന പ്രതികളുടെ മൊഴി. പിക്കപ്പ് വാഹനത്തിൽ കടത്തിയ ബൈക്കുകളും കസ്റ്റഡിയിൽ. ATM കവർച്ചാ മാതൃകയിൽ കഞ്ചാവ് കടത്തലിന് പിന്നിലും വൻ റാക്കറ്റ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വീണ്ടും അഭിനയ രംഗത്തേക്ക്. സിനിമയിൽ അഭിനയിക്കാൻ സുരേഷ് ഗോപിക്ക് തത്വത്തിൽ അനുമതി. ഔദ്യോഗിക പ്രഖ്യാപനമുടൻ. കേന്ദ്ര സർക്കാരിന്റേതാണ് തീരുമാനം. മന്ത്രി താടി വളർത്താൻ ആരംഭിച്ചു. ഒറ്റക്കൊമ്പനടക്കം സിനിമകൾ പുറത്തിറങ്ങും. ഹൈക്കോടതിയുടെ കർശന പരാമർശങ്ങൾ. തൃശൂർ പൂരം ഉപേക്ഷിക്കാൻ ദേവസ്വങ്ങളുടെ ആലോചന. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപനം. പ്രതിസന്ധി പരിഹാരത്തിനായി ഞായറാഴ്ച തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സംയുക്ത യോഗം. വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് മുന്നിൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധ യോഗം ശനിയാഴ്ച. ക്ഷേത്രത്തിൽ മിനി പൂരമൊരുക്കാൻ എങ്കക്കാട് വിഭാഗം. ദേശ ബ്രോഷർ പ്രകാശനം ഞായറാഴ്ച കാലത്ത്. വാദ്യഗോപുരം തീർത്ത് പഞ്ചവാദ്യം നടക്കും. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ വിവിധ തസ്തികകളിലെ നിയമനത്തിന് മുസ്ലിം സംവരണം അട്ടിമറിച്ചതായി ആരോപണം. സംസ്കൃത അധ്യാപക നിയമനത്തിന് 1 സീറ്റ് മുസ്ലിം സംവരണം. 10 അപേക്ഷകരുണ്ടായിട്ടും ഷോർട്ട് ലിസ്റ്റിൽ ആരും ഇടം പിടിച്ചില്ല. വിവാദം കത്തിപ്പടർന്നതോടെ പട്ടിക റദ്ദാക്കി കലാമണ്ഡലം. കുഴിമന്തി കഴിച്ച വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ശക്തമായ നടപടിയുമായി പോലീസ്. പെരിഞ്ഞനം സെയിൻ ഹോട്ടലിലെ പാചകക്കാരൻ അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി 28-കാരൻ മജിഹാർ ആലത്തിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് കരുത്ത. കോലഴി കുറ്റൂർ ചന്ദ്ര മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം. സേവർ ചിറ്റലപ്പള്ളി MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് നിവാസികളുടെ പതിറ്റാണ്ടുകൾ നീണ്ട മാലിന്യ ദുരിതത്തിനൊടുവിൽ പരിഹാരം. 1.5 ഏക്കർ സ്ഥലത്ത് നഗരസഭയുടെ ബയോ മൈനിംഗ് പദ്ധതിക്ക് തുടക്കം. അത്യന്താധുനിക യന്ത്ര സംവിധാനങ്ങളും കുമ്പളങ്ങാടെത്തി. മൈനിംഗ് നടത്തുന്നത് 30 വർഷത്തോളം പഴക്കമുള്ള ഏകദേശം 20,000 ടൺ മാലിന്യം. നിരത്തുകളിൽ ഒഴിയാതെ വാഹനാപകടങ്ങൾ. ഓട്ടുപാറ വാഴാനി റോഡിൽ HMC കോർണറിന് സമീപം ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. 2 യുവാക്കൾക്ക് പരിക്കേറ്റു. കരുമത്ര സ്വദേശികളായ ചെമ്പത്ത് വീട്ടിൽ 38-കാരൻ വിജീഷ്, പുത്തൻപുരയിൽ വീട്ടിൽ 37-കാരൻ സുഗതകുമാർ എന്നിവരെ വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുളങ്ങുന്നത്ത് കാവ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരിയുടെ അക്ഷര വെളിച്ചം ശ്രീ കേരളവർമ്മ പൊതുവായനശാല. നവതി സമ്മാനമായി വായനശാലയ്ക്ക് പുതിയ മന്ദിരം. 75 വർഷം പഴക്കമുള്ള കെട്ടിടം ചരിത്രത്തിലേക്ക് വഴിമാറി. പൊളിച്ചു നീക്കൽ അന്തിമഘട്ടത്തിൽ. സേവർ ചിറ്റലപ്പള്ളി MLA കെട്ടിട നിർമ്മാണത്തിനായി ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് ഷോക്ക്. യൂണിറ്റിന് ഈ വർഷം 16 പൈസ വർദ്ധിപ്പിച്ചു. അടുത്ത വർഷം മുതൽ യൂണിറ്റിന് 12 പൈസ വർദ്ധിക്കും. ഡിസംബർ 1 മുതൽ പ്രാബല്യത്തിൽ. ജനം കൂടുതൽ ദുരിതത്തിലേക്ക്.